നവമി ദിനേശ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. നവമി, സിനിമാ മേഖലയിലുള്ള ആരെങ്കിലുമായി ഇപ്പം നമുക്ക് മനസ്സിലാക്കുന്നത് അഭിഭാഷകരുമായി കൂടുതൽ ചർച്ചകൾ സിദ്ദിഖ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ആവശ്യമുള്ളത് ഈ പറഞ്ഞതുപോലെ ഇനി എന്തൊക്കെ നിയമ നടപടികൾ സ്വീകരിക്കാനാവുമെന്നുള്ളതാണ്. അങ്ങനെയുള്ള കാര്യം തന്നെയാണോ സിനിമാ മേഖലയിൽ നിന്നും പങ്കുവെക്കപ്പെടുന്നത്? അവിടെ എന്താണ് ഈ വീടിന് മുന്നിൽ ഇപ്പോഴും മാധ്യമപ്രവർത്തകരുണ്ട്, ആരെങ്കിലും പുറത്തു വന്ന് സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ടോ? സിദ്ദിഖ് എവിടെ? കൊച്ചി വിട്ടോ അതോ കൊച്ചിയിൽ തന്നെ ഉണ്ടോ എന്ന കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ? രഞ്ജിത്ത്, ഇന്നലെ വൈകുന്നേരവും ഇന്ന് രാവിലെയും വരെ സിദ്ദിഖ് വീട്ടിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ സിദ്ദിഖ് ഈ വീട്ടിലില്ല. ഈ ജാമ്യ ഹർജി തള്ളിയതിന് പിന്നാലെ മാധ്യമങ്ങൾ ഇവിടെ എത്തിയിരുന്നു. പക്ഷെ അപ്പോഴേക്കും വീട് പൂട്ടിയിട്ടിരിക്കുന്ന നിലയിലാണ്. സിദ്ദിഖ് എവിടെയാണെന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. സിദ്ദിഖിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. ആലുവയിലെ വീട്ടിലും സിദ്ദിഖ്, കുടുംബ വീട്ടിലും സിദ്ദിഖ് ഇല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി അഭിഭാഷകനോടൊപ്പം അടുത്ത ഏത് ഘട്ടം, ഇപ്പൊ സുപ്രീം കോടതിയെ സമീപിച്ചു എന്നൊക്കെ സമീപിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇനി എന്താണ് അടുത്ത നീക്കം എന്നുള്ളത് അഭിഭാഷകനുമായി ചർച്ച ചെയ്യുകയാണോ അതോ മറ്റെവിടെയെങ്കിലും മാറി നിൽക്കുകയാണോ എന്ന കാര്യമാണ് നമുക്കിനി അറിയേണ്ടത്. എന്തായാലും അന്വേഷണ സംഘം ഉടൻ അറസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. കാരണം സുപ്രീം കോടതിയെ കൂടി സമീപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ സുപ്രീം കോടതിയുടെ ഒരു വിധി അത് ഏത് പ്രകാരമാകുമെന്ന് അറിഞ്ഞതിന് ശേഷം ഒരു അറസ്റ്റിലേക്ക് കടക്കാനാകണോ അന്വേഷണ സംഘം കാത്തിരിക്കുന്നതെന്നാണ് നമ്മൾ സംശയിക്കുന്നത്. എന്തായാലും സുപ്രീം കോടതി ഇപ്പോൾ ഹൈക്കോടതി ജാമ്യ ഹർജി തള്ളിയിരിക്കുന്ന സാഹചര്യത്തിൽ സിദ്ദിഖിന് ഇനി ഏത് നിമിഷവും ചിലപ്പോൾ അറസ്റ്റ് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിപ്പിക്കാം. നമുക്കറിയാം, ഇതിനു മുൻപ് ഇതുപോലെ ഒരു സിനിമാ നടനെ അറസ്റ്റ് ചെയ്തത് ദിലീപിനെ ആയിരുന്നു. അത് ചോദ്യം ചെയ്യാൻ ദിലീപിനെ പോലീസ് ആസ്ഥാനത്തേക്ക് വിളിപ്പിച്ചതിന് ശേഷമാണ് ഒരു അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടന്നത്. അങ്ങനെയാണോ ഇനി ആ രീതിയിൽ തന്നെ ആയിരിക്കുമോ സിദ്ദിഖിനെയും അറസ്റ്റ് ചെയ്യുന്നത് എന്നാണ് ഇനി നോക്കിക്കാണേണ്ടത്. എന്തായാലും ഇന്ന് രാവിലെ മുതൽ സിദ്ദിഖ് ഈ വീട്ടിലില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എവിടെയാണെന്നതിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. ഈ വീട്ടിൽ ആരുമില്ല, ആരും തന്നെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. സിനിമാ മേഖലയിലെ സിദ്ദിഖിന്റെ സഹപ്രവർത്തകരും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എന്തായാലും അഭിഭാഷകരുമായി ഈ വിഷയത്തിൽ ഒരു ചർച്ച നടത്തുകയാണോ സിദ്ദിഖ് എന്നാണ് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും അറസ്റ്റ് ഭയപ്പെടുന്നു സിദ്ദിഖ് എന്നുള്ളത് 100% ഉറപ്പ് തന്നെയാണ്. കാരണം സുപ്രീം കോടതിയിൽ നിന്ന്, ഹൈക്കോടതിയിൽ നിന്ന് പോലും ഒരു പിന്തുണ സിദ്ദിഖിന് ലഭിച്ചിട്ടില്ല. ഈ മുൻകൂർ ജാമ്യ ഹർജി തള്ളിക്കൊണ്ടുള്ള ഒരു ഉത്തരവാണ് ഹൈക്കോടതിയിൽ നിന്നും വന്നിരിക്കുന്നത്. ഈ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ ഒരു പരാതി, അടിസ്ഥാനമില്ല എന്ന് സിദ്ദിഖ് പറയുമ്പോൾ കൂടിയും അന്വേഷണ സംഘത്തിന്റെ കയ്യിൽ കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട്. ഈ ഹോട്ടലിൽ സിദ്ദിഖ് മുറിയെടുത്തതിന്റെ തെളിവുകളുണ്ട്. ഈ പെൺകുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായെന്ന് സാക്ഷികൾ പറയുന്നുണ്ട്. പെൺകുട്ടി 2 തവണ സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് ചികിത്സ നേടിയതായി ഡോക്ടർമാരും സ്ഥിരീകരിക്കുന്നുണ്ട്. അങ്ങനെ പ്രാഥമികമായ തെളിവുകളെല്ലാം സിദ്ദിഖിനെതിരാണ്. ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് പെൺകുട്ടി മുന്നോട്ട് പോയിരിക്കുന്നത്. അതിനിടയിൽ ഈ അന്വേഷണ സംഘത്തിന് തന്നെ എതിരെ ഒരു പരാതിയുമായി പെൺകുട്ടി രംഗത്തെത്തുകയും ചെയ്തു. ഈ അന്വേഷണത്തിൽ കൃത്യമായി താൻ പറയുന്ന വളരെ രഹസ്യ സ്വഭാവമുള്ള മൊഴികൾ പലതും മാധ്യമങ്ങളുടെ പുറത്തുവരുന്നതിലും ഈ പെൺകുട്ടി ആശങ്ക അറിയിച്ചിട്ടുണ്ട്. ഡിജിപിക്ക് അടക്കം പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും സിദ്ദിഖിനെ സംബന്ധിച്ച് ഇതൊരു തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം എന്നൊരു രീതിയിലേക്ക് അന്വേഷണ സംഘം വഴിമാറുന്നു എന്നുള്ളൊരു സംശയമാണ്. കാരണം ഹൈക്കോടതിയിൽ നിന്നും ജാമ്യ ഹർജി തള്ളിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് വന്നിട്ടും സിദ്ദിഖ് എവിടെയാണെന്നോ അല്ലെങ്കിൽ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുമോ എന്ന കാര്യങ്ങളിലൊന്നും ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. അന്വേഷണ സംഘത്തിന്റെ നീക്കം അത് ഏത് വിധത്തിലാണെന്നും നമുക്കിപ്പോഴും ലഭ്യമായിട്ടില്ല. എന്തായാലും സിദ്ദിഖ് ഇപ്പോൾ വീട്ടിലില്ല. 2 വീടുകളിലും, സിദ്ദിഖിൽ എറണാകുളത്ത് 2 വീടുകളാണുള്ളത്. ഒന്ന് പടമുകളിൽ, മറ്റൊന്ന് ആലുവയിലെ കുടുംബ വീട്ടിലും. ഈ 2 വീടുകളിലും സിദ്ദിഖ് ഇല്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ആലുവയിലെ വീട്ടിൽ ഒരു പോലീസ് സംഘം എത്തിയിരുന്നു. പക്ഷെ അവിടെ സിദ്ദിഖ് ഇല്ല എന്ന് അറിഞ്ഞതിന് ശേഷം അവർ മടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ പടമുകളിലെ ഈ വീട്ടിലും പോലീസ് സംഘം എത്തുമെന്നുള്ളൊരു സൂചന ലഭിക്കുന്നുണ്ട്. പക്ഷെ സിദ്ദിഖ് ഇവിടെ ഇല്ലാത്ത സാഹചര്യത്തിൽ ഇനി എന്തായിരിക്കും അന്വേഷണ സംഘം, അതോ അന്വേഷണ സംഘത്തിനെ അദ്ദേഹം ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നതിൽ നമുക്ക് കൃത്യമായിട്ടുള്ള വിവരം ലഭ്യമായിട്ടില്ല. എന്തായാലും വരും മണിക്കൂറിൽ അതിലൊരു കൃത്യമായിട്ടുള്ളൊരു ചിത്രം നമുക്കറിയാൻ സാധിക്കും. സിദ്ദിഖിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. സിദ്ദിഖിന്റെ ആലുവയിലെ വീട്ടിൽ പോലീസ് സംഘം എത്തിയിരുന്നു എന്നുള്ള വിവരം പുറത്തുവരുന്നുണ്ട്. പടമുകളിലും അദ്ദേഹത്തിന്റെ വീടുണ്ട്. അതിന് മുൻപിലാണ് നവമി ഉള്ളത്. അവിടെ